അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഗായികയായ ചലച്ചിത്ര പിന്നണി ഗായിക സുജാത മോഹൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സുജാതയ്ക്കും ഒരുപാട് ഓർമ്മിക്കാൻ, കാരണം ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ ആഴത്തിൽ ആശാ ഭോസ്ലെ മനസ്സിലാക്കിയിട്ടുള്ള പാട്ടുകാരിയാണ് സുജാത മോഹൻ എന്ന് ഞാൻ വിലയിരുത്തുന്നു. സുജു, ഇപ്പോൾ ഈ വിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഗായികയുടെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സംഗീതത്തിന് ഏറ്റവും സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ ഗായികമാരിൽ ഒരാൾ. സുജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴെന്താണ്? ആശാജി ഇന്ത്യൻ സംഗീതം മാത്രമല്ല, ഇന്റർനാഷണൽ സംഗീതത്തിലും ഒരുപാട് ഇന്റർനാഷണൽ ബാൻഡ്സ് ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തേക്കുന്ന ഒരു ഗായികയാണ്. വളരെ ഫോർവേഡ് തിങ്കിങ് ഉള്ളൊരു മ്യൂസിക്കലി ഉള്ളൊരു ഗായികയാണ്. ആ സമയത്ത് തന്നെ കേട്ടിട്ടില്ലേ പാട്ടുകളൊക്കെ, ഡുവറ്റ്സ്, നമ്മുടെ എന്താ പറയുക, ഡാൻസ് സോങ്സ് ഒക്കെ ആശാജിയുടെ ആർക്കും തൊടാൻ കൂടെ പറ്റില്ല. പിയാത്തു അബ്തു ആദ്യമൊക്കെ എന്താ എനി ടൈപ്പ് ഓഫ് സോങ് കൊടുത്ത ഞാൻ ഭയങ്കര തീവ്ര രസികയാണ് ആശാജിയുടെ. ആശാജിയുടെ എന്താ പറയുക, വോയിസിൽ കൊടുക്കുന്ന മോഡ്യുലേഷൻസ്, അത് എന്ത് ടൈപ്പാണ്, ഗസൽ ആണെങ്കിലും ലൈറ്റ് സോങ്സ് ആണെങ്കിലും റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും ക്ലാസിക്കലി ഭയങ്കരമായിട്ട് പഠിച്ച ഒരു മ്യൂസീഷ്യനാണ്. ക്ലാസിക്കൽ സോങ്സ് ആണെങ്കിലും ഇങ്ങനത്തെ റോൺചി സോങ്സ് ആണെങ്കിലും എല്ലാം അവര് ഓരോ വിധത്തിലാണ് അതിന്റെ ആ ഏറ്റവും എന്താ പറയുക ഹൈറ്റ് ഓഫ് ഇതായിട്ടാണ് പാടി വെച്ചേക്കണത്. ശരിക്കും എനിക്ക് ഭയങ്കര ക്രേസാണ് ആശാജി എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്റെ ക്രേസ് അറിഞ്ഞിട്ടോ അതോ എന്റെ സിംഗിങ് ആശാജിയുടെ ഇൻഫ്ലുവൻസ് ഒരുപാട് ഉള്ളത് കൊണ്ട് എന്താണെന്ന് അറിയില്ല. ആശാജിയുടെ ഒരുപാട് പാട്ടുകൾ, റഹ്മാനൊക്കെ താളിലത്തെ പാട്ട്, റംഗീലത്തെ പാട്ട്, പിന്നെ കൊഞ്ച നേരം തമിഴ് പാടിയപ്പോൾ അതിന്റെ തെലുങ്ക് വേർഷൻ എല്ലാം എനിക്കാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ. അത് എനിക്കൊരു ഭയങ്കര ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊന്ന് എടുത്തു പറയാനുള്ളത്, കാതൽ പിശാസെ എന്ന് പറഞ്ഞൊരു പാട്ട് ഞങ്ങൾ പാടുമ്പോൾ ആശാജിയെ പോലെ പാടണം എന്ന് പറഞ്ഞാൽ ആ ടേപ്പ് കൊണ്ടുവച്ച് ആശാജിയുടെ ഓരോ പാട്ട് കേട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. മനഃപൂർവ്വം അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞ് പാടിയതാണ് ആ പാട്ട്. അപ്പോൾ അങ്ങനെ അത്രയും അധികം ഇൻഫ്ലുവൻസ് എൻ്റെ സിംഗിങ്ങിൽ ആശാജി എനിക്ക് തന്നിട്ടുണ്ട്. ആ പാദങ്ങളിൽ നമസ്കരിച്ച് എനിക്ക് പറയണ്ട, എനിക്ക് ഭയങ്കര, കാരണം അങ്ങനെ അടുപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്നേഹമായിട്ട് സംസാരിച്ചു, നല്ല കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ മനസ്സിൽ ഒരുപാട് ആരാധന കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ആശാജിയെ പറ്റി. ഓക്കെ, മനസ്സിലായി സുജാവ്. ഓക്കെ സുജാത, നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായിക സുജാത മോഹൻ അനുസ്മരിക്കുകയായിരുന്നു ആശാ ഭോസ്ലെ കുറിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.